Welcome to Electrodynamics 60th lecture. This is for BSc Physics main students. Semester 3 Electrodynamics, lecture number 60, parallel LCR circuit or parallel resonant circuit. Parallel LCR circuit. So in the previous class we have studied series LCR circuit. And there we studied J operator, the impedance, current amplitude, resonant frequency, phase factor, etc. we have studied. And in this case also, we are going to find the impedance, the dynamic resistance, etc. And here it is circuit. The parallel LCR circuit is shown in the figure. The parallel LCR circuit is shown here in the figure. So parallel LCR means here L and R are connected in series, and across it a capacitor is connected. Then an AC is given to it. AC we represent as E0 e raised to j omega t. In terms of J operator, we represent AC instead of E is equal to E0 sin omega t. E is equal to E0 sin omega t പകരം നമ്മൾ ആ J ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള ഓൾട്ടർനേറ്റിംഗ് EMF അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. അത് E is equal to E0 e raised to j omega t എന്നുള്ള ഇക്വേഷനാണ് കൊടുക്കുന്നത് ഇവിടെ. അപ്പം ഇതിൻ്റെ ഇമ്പഡൻസ് നമുക്ക് കണക്ക് കൂട്ടണം. ഇമ്പഡൻസ് കണക്ക് കൂട്ടാനായിട്ട് നമ്മൾ ഇപ്പോൾ നോക്കിയേ, ഈ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ എല്ലും സിയും ആറും എല്ലാം പാരലല്ല, മറിച്ച് എല്ലിനകത്ത് ഒരു ആറുണ്ട്. അപ്പോൾ അവ രണ്ട് സീരീസിലും പിന്നെ സി ആണ് പാരലൽ. ഇത്തരം സർക്യൂട്ടിനെ പാരലൽ LCR എന്നോ അല്ലെങ്കിൽ പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ട് എന്നോ വിളിക്കാം. അപ്പോൾ ഇതാണ് ഡയഗ്രാം. അപ്പം ഇതിൻ്റെ ഇമ്പഡൻസ് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഇമ്പഡൻസ് കണക്ക് കൂട്ടാനായിട്ട് നമ്മൾ ഈ പടം ഒന്ന് താഴെ നീറ്റായിട്ട് വരയ്ക്കണം. ആ സൈഡിൽ കാണുന്ന പോലെ ആ സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇക്വൽ ഡയഗ്രാം ഒരു 3 ബോക്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. AC കാണിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം എല്ലിന് പകരം അതിന് ഇമ്പഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. JL ഒമേഗ കോംപ്ലക്സ് ഇമ്പഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 6 മുതൽ 6 തന്നെ, കാരണം അതിന് കോംപ്ലക്സ് വാല്യൂ ഇല്ല. പിന്നെ ഈ സിയുടെ സ്ഥാനത്ത് 1/JC ഒമേഗ എന്ന് പറയുന്ന കോംപ്ലക്സ് റിയാക്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സർക്യൂട്ടിനെ അതിൻ്റെ ഇമ്പഡൻസ് കൊണ്ട് റീപ്ലേസ് സർക്യൂട്ട് താഴെ വരയ്ക്കണം. അപ്പോൾ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ വരച്ചിരിക്കുന്നത്. നിങ്ങൾ താഴെ നീറ്റായിട്ട് വരയ്ക്കണം. ആ ലെഫ്റ്റിൽ കാണുന്ന പടം. അപ്പോൾ പാരലൽ LCRനെ ഒരു ഇമ്പഡൻസ് സർക്യൂട്ട് കൊണ്ട് ഇതുപോലെ റീപ്ലേസ് ചെയ്യണം. അത് വരയ്ക്കണം. ഒന്നാമത്തെ ഇമ്പഡൻസ് JL ഒമേഗ, രണ്ടാമത്തെ റെസിസ്റ്റൻസ് R, അവ രണ്ട് സീരീസ് പാരലായിട്ട് 1/JC ഒമേഗ കാണിക്കണം. നീറ്റായിട്ട് എഴുതണം. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Consider a parallel LCR circuit as shown in the figure. The applied alternating EMF E is equal to E0 e raised to j omega t is applied. The current in the circuit can be written by the equation I bar is E bar by Z. നമ്മൾ RMS കറണ്ട് എഴുതുകയാണ്. RMS കറണ്ട് എന്ന് പറഞ്ഞാൽ RMS വോൾട്ടേജ് ബൈ ഇംപെഡൻസ് ആണല്ലോ. ഇക്വേഷൻ നമ്പർ 2 അത് നേരിട്ട് അങ്ങോട്ട് എഴുതും. ഇവർ Z is the impedance of the circuit. അപ്പോൾ Z കാണാനായിട്ട് നമ്മൾ സെക്കൻഡ് ഫിഗർ നോക്കണം. അവിടെ Z1, Z2, Z3 അല്ലെങ്കിൽ ആ മുകളിലത്തെ നിലയുടേത് Z1 ആയിട്ടും താഴത്തെ കപ്പാസിറ്റിയുടെ Z2 ആയിട്ട് നമുക്ക് റിയാക്ടൻസ് വിചാരിക്കാം. അപ്പോൾ 1/Z ഈക്വൽ ടു 1/Z1 പ്ലസ് 1/Z2 എന്ന് പറയുന്ന പാരലൽ റെസിസ്റ്റേഴ്സ്, പാരലൽ ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ എടുക്കണം. അപ്പോൾ Z1 ഈസ് ഈക്വൽ ടു JL ഒമേഗ പ്ലസ് R, Z2 ഈസ് ഈക്വൽ 1/JC ഒമേഗ. അവർ രണ്ടും പാരലായിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പാരലൽ കോമ്പിനേഷൻ ഇംപെഡൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/Z ഈസ് ഈക്വൽ 1/Z1 1/JL ഒമേഗ പ്ലസ് R പ്ലസ് 1/JC ഒമേഗ. സോ വി ടേക്ക് ദി റെസിപ്രോക്കൽ, ഇറ്റ് ഈസ് JC ഒമേഗ. ദെൻ the first term in the numerator and denominator we multiply by the complex conjugate. That is 1/Z is equal to complex conjugate of the first term is R minus JL omega. So multiply numerator and denominator by R minus JL omega. So we get 1/Z is equal to R minus JL omega by
r plus j omega, r plus j omega into r minus j omega, 2 times in the denominator, plus jc omega separately. Then on multiplication in the denominator, we get a plus b into a minus b, a square minus b square, but the minus j square is plus 1. So we get in the denominator r square plus l square omega square, because minus j square is coming, which is minus 1 minus plus 1. I hope you follow this. 1 by z is equal to r minus j omega by r square plus l square omega square plus last term jc omega. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം കിട്ടിയ മനസ്സിലായില്ലേ? നമ്മളതിനെ താഴെ മുകളിലും ആറ് മൈനസ് ജെ ഒമേഗ കൊണ്ട് ഗുണിക്കണം. കോംപ്ലക്സ് കൊണ്ടിട്ടുണ്ട്. താഴെ ഗുണിക്കുമ്പോൾ നമുക്ക് ആർ സ്ക്വയർ മൈനസ് ജെ സ്ക്വയർ എൽ സ്ക്വയർ ഒമേഗ സ്ക്വയറാണ് കിട്ടുന്നത്. മൈനസ് ജെ സ്ക്വയർ പ്ലസ് 1 ആണ്. അതുകൊണ്ടാണ് താഴെ പ്ലസ് ഇട്ടിരിക്കുന്നത്. ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരുന്നത്. ദാറ്റ് ഈസ് 1 by z is equal to, അപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഫ്രാക്ഷൻ 2 ഫ്രാക്ഷനാക്കി മാറ്റണം. അപ്പോൾ ആർ ആദ്യം എടുത്തിട്ട് ആർ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന റിയൽ പാർട്ടും മൈനസ് ജെ ഒമേഗ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടുമായിട്ട് ഫസ്റ്റ് ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് പറയണം. ലാസ്റ്റ് ടൈം അതുപോലെ പ്ലസ് ജെ സി ഒമേഗ എഴുതണം. 1 by z is equal to, ആ ഫസ്റ്റ് ടൈം അതുപോലെ എഴുതി ആർ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എഴുതി മൈനസ് അവസാനം കാണുന്ന 2 ടൈമിൽ നിന്ന് മൈനസ് ജെ ഒമേഗ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അകത്തെന്ത് കിട്ടും? പ്ലസ് എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് എന്ന് കിട്ടും. മൈനസ് വരാൻ കാരണം എന്താണ്? ജെ ഒമേഗ പുറത്തേക്ക് എടുത്തതാണ്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കും. പിന്നെ ഐ ബാർ കാണുന്നത് ഇ ബാർ ബൈ സെഡ് ആണല്ലോ, അല്ലെങ്കിൽ ഇ ബാർ ഇൻറ്റു 1 by z ആണല്ലോ. ദാറ്റ് ഈസ് ഇ ബാർ ഇൻറ്റു 1 by z ആണ് മോളിൽ കാണുന്നത്. അതുകൊണ്ട് എഴുതി ആർ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് ജെ ഒമേഗ ഇൻറ്റു എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് ജെ. ക്ലോസ് ദ ബ്രാക്കറ്റ്. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ പാരലൽ റെസൊണൻസിൻ്റെ കണ്ടീഷൻ കൊടുക്കണം. എന്താണ് പാരലൽ റെസൊണൻസ്? അപ്പോൾ അടുത്ത ഹെഡിങ് ആയിട്ട് ഈ എൽ സി ആർ സർക്യൂട്ടിൻ്റെ പാരലൽ റെസൊണൻസ് പറയണം. ദ കണ്ടീഷൻ ഫോർ പാരലൽ റെസൊണൻസ് ഈസ് റിയാക്റ്റീവ് പാർട്ട് ഓഫ് ദി ഇംപെഡൻസ് ഈസ് 0. അതായത് എല്ലാ റെസൊണൻസിലും റിയാക്റ്റീവ് പാർട്ട് 0 ആണ്. സീരീസ് ആയാലും പാരലൽ ആയാലും റിയാക്റ്റീവ് പാർട്ട് 0 ആണ്. ഇംപെഡൻസിൻ്റെ റിയാക്റ്റീവ് പാർട്ട് ഏതാണ്? ആ ജെ വരുന്ന പാർട്ടാണ്. ജെ ഒമേഗ ഇൻറ്റു 1 by എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് ജെ ആണ് റിയാക്റ്റീവ് പാർട്ട്. ആ ജെ ഒഴിച്ചോളട്ടെ. അപ്പോൾ അത് 0 ആണ്. റിയാക്റ്റീവ് പാർട്ട് ഓഫ് ദി ഇംപെഡൻസ് ഈസ് 0. ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് സി ഈസ് ഇക്വൽ 0. ഒമേഗ 0 ഇല്ലാത്തതുകൊണ്ട് ബ്രാക്കറ്റിലെ ടേം 0 ആകും. എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് സി ഈസ് ഇക്വൽ 0. നമുക്കതിനെ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ മൈനസ് സി ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റ് ഈസ് ഇക്വൽ 0. ബ്രാക്കറ്റ് മാറ്റുക. എൽ മൈനസ് സി ആർ സ്ക്വയർ മൈനസ് സി എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈസ് ഇക്വൽ ടു 0. അപ്പോൾ അതെന്ത് കിട്ടും നോക്കിക്കേ. ദാറ്റ് ഈസ് എൽ മൈനസ് സി ആർ സ്ക്വയർ സി എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. ഒമേഗ സ്ക്വയർ കാണാനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലുള്ള സി എൽ സ്ക്വയർ കൊണ്ട് ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യണം. എൽ ബൈ സി എൽ സ്ക്വയർ മൈനസ് സി ആർ സ്ക്വയർ ബൈ സി എൽ സ്ക്വയർ, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by എൽ സി മൈനസ് ആർ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഒമേഗ എന്താണ്? റൂട്ട് ഓഫ് 1 by എൽ സി മൈനസ് ആർ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഈ സീരീസ് റെസൊണൻസിൻ്റെ റെസൊണൻ്റ് ഫ്രീക്വൻസി. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ഈസ് ഒമേഗ ബൈ 2π. ദാറ്റ് ഇസ് എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 by എൽ സി മൈനസ് ആർ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ബൈ 2π. ഇക്വേഷൻ നമ്പർ 5.
അപ്പോൾ അതാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. √1/LC മൈനസ് R²/L² റൂട്ട് മുകളിൽ മാത്രമേ ഉള്ളൂ. ഇനി R നെഗ്ലിജിബിൾ ആണെങ്കിൽ എന്ത് കിട്ടും? If R is negligible, R² term can be neglected. We get F is √1/LC/2π. That is 1/2π√LC. ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഇതാണ് പാരലൽ റെസൊണൻസിൻ്റെ റെസൊണന്റ് ഫ്രീക്വൻസി ഇക്വേഷൻ. ഇത് നമുക്ക് സീരീസ് കിട്ടിയ ഇക്വേഷൻ തന്നെയാണ്. സീരീസ് റെസൊണൻസിലും R നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. F is 1/2π√LC. ഇനി ഈ പാരലൽ റെസൊണൻസിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഡൈനാമിക് റെസിസ്റ്റൻസ് Z0 എന്ന് പറയും. ഇത് നമ്മൾ വേറെ ഒരിടത്തും കേൾക്കാത്ത ഒരു ടേമാണ്. അപ്പോൾ പ്രത്യേകം പഠിക്കണം. ഡൈനാമിക് റെസിസ്റ്റൻസ് Z0. We have 1/Z is equal to R/R² plus L²ω² minus jω into 1/R² plus L²ω² minus C. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അറ്റ് റെസൊണൻസ് ദ സെക്കൻഡ് ടേം ഇൻ ദ RHS 0. റെസൊണൻസിൽ സെക്കൻഡ് ടേം റിയാക്റ്റീവ് പാർട്ട് 0 ആണ്. ജെ വരുന്ന ടേം 0 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ റെസൊണൻസ് കണ്ടീഷൻ ഇവിടെ കൊടുക്കുകയാണ്. That is dynamic resonance. Then Z is Z0. 1/Z0 is equal to R റിയൽ പാർട്ട് മാത്രം എടുക്കണം. R/R² plus L²ω². റെസിപ്രോക്കൽ എടുക്കുക. Z0 is R² plus L²ω²/R. ഇനി ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്രീക്വൻസി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z0 is equal to R² plus L² into 1/LC minus R²/4L²/R. ബ്രാക്കറ്റ് മാറ്റണം അടുത്ത സ്റ്റെപ്പിൽ. That is Z0 is equal to R² plus L/C minus R²/R. R² minus R² cancel. Z0 is 1 L/CR. Equation number 7. This Z0, that is L/CR, is called dynamic resistance of parallel LCR circuit. L/CR is called dynamic resistance, which is an impedance at resonance. I bar is E bar by Z0, that is at resonance. I bar is E bar by L/CR. L/CR. That is I bar is CR into E bar by L. If R is equal to 0, ഇതിനകത്ത് if R is equal to 0, R ന്യൂമറേറ്ററിലാണ് RHS ൽ വന്നിരിക്കുന്നത്. If R is equal to 0, then I equal to 0 or I bar equal to 0. That is no current flows in the circuit at resonance. ഇപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ നമ്മൾ കറണ്ട് കാണുമ്പോൾ അത് CR E bar by L ആണ് വരുന്നത്. R 0 ആണെങ്കിൽ I ബാറിൻ്റെ വാല്യൂ 0 ആകും. അപ്പോൾ റെസൊണൻസിൽ യാതൊരു കറണ്ടും സർക്യൂട്ടിലേക്ക് കടന്നു വരുന്നില്ല. ഒരു കറണ്ട് സർക്യൂട്ടിനകത്ത് ഉണ്ടാകത്തില്ല. ആ വേവിനെ ഈ സർക്യൂട്ട് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ റിജക്റ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിജക്റ്റഡ് സർക്യൂട്ട് എന്ന് പറയുകയാണ്? ഈ പാരലൽ LCRനെ റിജക്റ്റഡ് സർക്യൂട്ട് എന്ന് പറയും. കാരണം ഇവിടെ നോക്കിയ ഗ്രാഫ് നോക്കിയ ഇതാണ് ഇതിൻ്റെ റെസ്പോൺസ് കർവ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ സീരീസ് LCRൽ പഠിച്ച റെസ്പോൺസ് കർവ് ഓർത്ത് കൊള്ളണം. ആ റെസ്പോൺസ് കർവിലെ ബേപ്പോട്ടാണ് പീക്ക് വരുന്നത്. ഇവിടെയിലെ കീഴ്പോട്ടാണ് പീക്ക് വരുന്നത്. കാരണം റെസൊണൻസിൽ കറണ്ട് 0 ആണ്. അപ്പോൾ X ആക്സിൽ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് എടുക്കും, Y ആക്സിൽ ഫ്രീക്വൻസി എടുക്കും. O എന്നുള്ള സ്ഥാനം F0യുടെ സ്ഥാനമാണ്. എല്ലാ കർവുകളും കീഴ്പോട്ടിരിക്കും. അതിൻ്റെ ആ പീക്ക് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് പീക്കാണ്. ഈ 0 വരുന്ന ആ ഭാഗം എപ്പോഴും ഈ ഗ്രാഫുകൾ താഴെ ഒറിജിനൽ വരും. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് ഇരിക്കുന്നത്. ഇപ്പോൾ റെസൊണൻസിൽ കറണ്ട് എടുക്കാത്തത് കൊണ്ടാണ്, അന്നേരം കറണ്ട് 0 ആകുന്നതുകൊണ്ടാണ് ഈ ഗ്രാഫ് എല്ലാം ഇൻവേർട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇത്തരം പാരലൽ LCR സർക്യൂട്ടിനെ നമ്മൾ റിജക്റ്റഡ് സർക്യൂട്ട് എന്ന് പറയും. എന്തുകൊണ്ട് റിജക്റ്റഡ് സർക്യൂട്ട്? പാരലൽ റെസൊണന്റ് സർക്യൂട്ട്സ് ആർ കോൾഡ് റിജക്റ്റഡ് സർക്യൂട്ട്. വാട്ട് ഈസ് ദ റീസൺ? The parallel resonant circuit is called a rejected circuit because
if a number of AC voltages of different frequencies are applied, different frequencies are applied, voltage of all frequencies produce current except the resonant frequency. Except the resonant frequency. I shall read it once again. You note the spelling. The parallel resonant circuit is called a rejector circuit. സീരീസ് റെസോണൻറ്റിനെ നമ്മൾ അക്സെപ്റ്റ് എന്ന് വിളിക്കത്തില്ലേ, അതുപോലെ ഇതിനെ റിജക്ടർ സർക്യൂട്ട് എന്ന് പറയാം. ബിക്കോസ് ഇഫ് എ നമ്പർ ഓഫ് AC voltages of different frequencies are applied, voltages of all frequencies produce current except the resonant frequency. അതുകൊണ്ടാണ് റിജക്ടർ എന്ന് പറയുന്നത്. The variation of current amplitude with the frequency of a parallel resonant circuit is listed in the figure. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇത് ജൂലൈ 2018 അതിലേക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് 2 വർഷം 3 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ആ എസ് എ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചത്. ഇതാണ് 2018 എസ് എ ക്വസ്റ്റ്യൻ. ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ആദ്യം എസ് എ ആണ്, പിന്നെ ഒരു ഷോർട്ട് ആൻസറാണ്. ഡിസ്കസ് എ പാരലൽ റെസോണന്റ് സർക്യൂട്ട്, അല്ലെങ്കിൽ പാരലൽ LCR എന്ന് ചോദിക്കാൻ കേട്ടോ. ഡിസ്കസ് എ പാരലൽ LCR സർക്യൂട്ട്, ഡിസ്കസ് എ പാരലൽ resonant circuit, obtain expression for current amplitude and resonant frequency. What is its dynamic resistance? Dynamic resistance മനസ്സിലായല്ലോ. Z0 ആണ്. Z0 എന്താണ് Z0 വാല്യൂ? Z0 വാല്യൂ you look here. Z0 is L/CR, equation number 7. Dynamic resistance. Then there is another short answer question. Why is parallel LCR is called a rejector circuit? എന്തുകൊണ്ടാണ് parallel LCR rejector എന്ന് പറയുന്നത്? അപ്പോൾ ഗ്രാഫ് വരച്ചിട്ട് പറയണം at resonance current in the circuit is 0 എന്ന് പറയണം. That particular wave is rejected. ഇനി ഇതിന് 2 പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഒരു പ്രോബ്ലം ശരിക്കും ഉള്ളു, പിന്നെ മറ്റൊരു റിപ്പീറ്റേഷനാണ്. A coil of inductance 2 mH and resistance 5 ohm is connected in parallel with a capacitance of 0.001 μF. Find the resonant frequency. അപ്പോൾ ഇത് LCR സർക്യൂട്ടാണ് എന്ന് മനസ്സിലാക്കണം. F is √1/LC minus R²/L²/2π. അതാണ് ഇക്വേഷൻ. ഇത് നമ്മൾ ഈ ട്രാൻസിയന്റ് കറണ്ടിൽ ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് അവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ട് കേട്ടോ. ഓർമ്മയുണ്ടല്ലോ. ചെക്ക് വെദർ സർക്യൂട്ട് ഈസ് ഓസിലേറ്ററി ഓർ നോട്ട് ഇഫ് സോ ഫൈൻഡ് ഫ്രീക്വൻസി ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ. അപ്പോൾ അവിടുത്തെ ഇക്വേഷന് ഇതുമായിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഇതല്ല, √1/LC minus R²/4L² ആണ്. ആ 4 എന്നുള്ള ടൈം ഇവിടെ കാണില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഞാൻ പറഞ്ഞതാണ് ഇതേ ടൈപ്പ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ട്രാൻസിയന്റ് കറണ്ടിൽ ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് ചാർജ് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഓസിലേറ്ററി ഡിസ്ചാർജിൻ്റെ അല്ലെങ്കിൽ ഓസിലേറ്ററി ചാർജിൻ്റെ ഫ്രീക്വൻസി പഠിക്കുമ്പോൾ ഇക്വേഷൻ √1/LC minus R²/4L²/2π എന്നാണ്. ആ 4 ടൈം ഇവിടെ ഇല്ല എന്ന് പ്രത്യേകം ഓർത്തു കൊള്ളണം. സോ √1/2 × 10⁻³ × 10⁻⁻9 -15² /2 × 10⁻³ L വാല്യൂ ആണ് 2 mH all/2π. അത് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് √10⁻²2 -56.25 × 10⁻⁶. ആ ടേം കുറച്ചാൽ വലിയ മാറ്റം വരത്തില്ല. കാരണം ഈ ആദ്യ ടൈമായിട്ട് നോക്കുമ്പോൾ രണ്ടാമത്തെ ടൈം നിസ്സാരമാണ്. അതുകൊണ്ട് അത് കളയാം. 10⁻12/2 എന്ന് മാത്രം വരും. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കണ്ടോ 10/2
10⁻12 പിന്നെ നമ്മൾ 5 × 10⁻12 10 × 10⁻12 എന്ന് എഴുതാം. 10 × 10⁻11 എന്ന് എഴുതാം. 10/2 5 ആണ്. 5 × 10⁻11 മൈനസ് 56.25 × 10⁻6. അത് നെഗ്ലിജിബിൾ ആണ് ഫസ്റ്റ് ടേമുമായിട്ട് നോക്കുമ്പോൾ. അത് കളയാം. അപ്പോൾ റൂട്ട് ഓഫ് F = √5 × 10⁻11/2π. അത് ചെയ്താൽ കിട്ടുന്നത് 112597 ഹെർട്സ്. കാൽക്കുലേഷൻ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ടേം റൂട്ടിനകത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം നെഗ്ലിജിബിൾ ആണ് ഫസ്റ്റ് ടേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്ക് കളയാവുന്നതാണ്. ദ സെക്കൻഡ് ടേം ഇൻ ദ റൂട്ട് സൈൻ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ഫസ്റ്റ് ടേം. സോ വി ക്യാൻ നെഗ്ലക്ട് ദ സെക്കൻഡ് ടേം. ഇതേ ടൈപ്പ് മറ്റൊരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദി ഇംപെഡൻസ് ഓഫ് an inductance of 2 microhenry in parallel with a capacity of 10 μF microfarad. പൈക്ക് എന്ന് പറയാം 10 μF at the resonant frequency to get the resistance of the circuit to be 10 ohm. Calculate the impedance of an inductance of 2 μH in parallel. You remember it is in parallel, so it is a parallel LCR circuit. So at resonance, the resistance or impedance is dynamic resistance Z0 L/CR. L is 2 × 10⁻⁻6. C is 10 × 10⁻⁻6 into 10 × 10⁻⁻6 into 10⁻⁻6. R is 100, isn't it? R is impedance of 2 inductance 2 μH in parallel with a capacity of 10 μF at the resonant frequency to get resonant. Get the resistance of the circuit to be 10 ohm. അപ്പോൾ എങ്ങനെയാണ് അവിടെ നോക്കിയേ? റെസിസ്റ്റൻസ് ആറ് നമ്മൾ കാണണം. ഇത് നോക്കൂ. കാൽക്കുലേറ്റ് ഇംപെഡൻസ് ഓഫ് ആൻ ഇൻഡക്റ്റൻസ് of 2 mH in parallel with the capacity of 10 μF at the resonant frequency to get the resistance of the circuit to be 10 ohm. അപ്പോൾ ഇംപെഡൻസ് പിടിക്കുകയാണ്. റെസിസ്റ്റൻസ് 10 ohm ആയിരിക്കണം. സർക്യൂട്ട് റെസിസ്റ്റൻസ് 10 ohm ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ഇംപെഡൻസ് ചോദിച്ചിരിക്കുന്നത് പാരലലാണ്, റെസോണൻസിലാണ്. അപ്പോൾ 10 ohm ആണ് റെസിസ്റ്റൻസ് ആയിട്ട്. റെസിസ്റ്റൻസ് 10 ohm. അപ്പോൾ Z0 ഡൈനാമിക് റെസിസ്റ്റൻസ് L/CR 2 × 10⁻⁻6 10 × 10⁻⁻6 into 10⁻⁻6 into 100 is equal to 2 × 10⁻100. എങ്ങനെ വരും നോക്കട്ടെ. Calculate the impedance of an inductance of 2 μH in parallel with the capacitance of 10 μF at the resonant frequency to get the resistance of the circuit to be 10 ohm. 10 ആണ്. 10 ohm ഇടണം കേട്ടോ. അവിടെ 10 ഇടണം. സർക്യൂട്ട് റെസിസ്റ്റൻസ് 10 ആണ്. അപ്പോൾ ഒന്ന് കണക്കൂട്ട് നോക്കിയാൽ നമുക്ക് 2 × 10⁻4 കിട്ടാൻ നോക്കാമല്ലോ. അവിടെ 10⁻−5 9 9 2 ഇവിടെ ഈ താഴെ 10 വിചാരിക്കണം. 10 10 × 10 100. അപ്പോൾ 10⁻10⁻4. അപ്പോൾ 2 × 10⁻4. അപ്പോൾ 10 ohm എടുക്കണം. കാരണം ഡൈനാമിക് റെസിസ്റ്റൻസ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 6 10 എടുത്താൽ മതി. ആ 100 എന്നുള്ള 10 ആക്കുക. അപ്പോൾ 2 × 10⁻4 ohm എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി ആൻസർ.
അപ്പോൾ അവിടെ ഈ 10 ഓം റെസിസ്റ്റൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട്, സർക്യൂട്ടിലെ 10 ഓം റെസിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം, റെസൊണൻസ് കണ്ടുപിടിക്കണം ഇമ്പിഡൻസ്. റെസൊണന്റ് ഫ്രീക്വൻസിയാണ് ടു ഗെറ്റ് ദ ഇമ്പിഡൻസ്. ഇറ്റ് ദ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് 10 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ 2 × 10⁴. ഈ താഴെയുള്ള ആ രണ്ടാമതുള്ള 100 10 ആകണം. ഒന്നിന് വായിക്കാൻ സ്റ്റെപ്പ് 2 × 10⁻6 / 10 × 10⁻6 × 10⁻6 × 10. 2 × 10⁴ ആവും. With this, our lecture class is over. What now remains is the selection question paper, and that we take in the next class, 61th class, and that is the last class relating this paper. Thank you.